السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ജ്യേഷ്ഠത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ചു ജീവിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഹദീസ് പാഠമാണ്. അതിൽ എത്ര ചാപ്റ്ററായി എന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 10 കഴിഞ്ഞോ? ഏതുവരെ എടുത്തു? 4 കാര്യങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത്? അതിൽ എത്ര കാര്യം പറഞ്ഞു? ഓർമ്മല്ലോ? പുസ്തകം ഉണ്ട് എല്ലായിടത്തും? ഇവിടെ ആരത്തെ ബുക്കുള്ളത്? ആരത്തും ഇല്ല. നല്ല കാര്യം. ബാക്കിലോ? ഇല്ല. ഉണ്ടോ? എന്നാ ഒരു ബുക്കിന് കയറി. എൻ്റെ അടുത്തും ഇല്ലേ? എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മജീദ് സാഹിബ് 2 ബുക്ക് തന്നീന്. ഒന്ന് നജാത്തി എടുക്കുന്ന പുസ്തകവും ഒന്ന് ഹദീസ് പാഠവും. ഞാൻ വരുന്നത് കാസർഗോഡ് നിന്നാണ്. അപ്പോൾ കാസർഗോട്ടേക്ക് ഞാൻ കൊണ്ടുപോയ പുസ്തകം നജാത്തി എടുക്കുന്ന ബുക്കാണ്. എൻ്റെ ബുക്ക് മലപ്പുറം നിലമ്പൂരാണ്, എടക്കരയാണ്. അപ്പോൾ ഫോണിലുണ്ട്, PDF ഉണ്ട്. പക്ഷേ ഫോണിൽ നോക്കുന്നതും ബുക്കിൽ നോക്കണതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് തീരാനാണ് സാധ്യത. എങ്ങനെ മനസ്സിലായത് അറിയോ? ഇവിടെ വരച്ചിട്ടിക്കണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? രോഗിയെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നോ? ഇത് ഈ പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞ പോലെ ആകരുത്. എന്തെങ്കിലും ഒരു ഒച്ച കേൾക്കണോ? ഒന്നെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. പറഞ്ഞിട്ടുണ്ടോ? നജാത്തി എത്ര വരെ എടുത്തിട്ടുണ്ട് അറിയോ? അല്ല, അത് അറിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് പോയാൽ മതി. 10 ഫുള്ളായോ? അല്ല, നിങ്ങൾ സത്യത്തിൽ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ലാത്തവരൊന്ന് കയ്യൊന്തിക്ക്. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ ചോദ്യം എന്ന് ഫുള്ള് കേട്ടിട്ട് കൈ ഉയർത്തിയാൽ മതി. ഇവിടെ ഇല്ലാത്തവരെ ചോദിച്ചത്, ഉള്ളവരല്ല. സാധാരണ എല്ലാവരും എന്താ ചോദിക്കുക? ഇവിടെ എല്ലാവരും ഒന്ന് കൈയൊന്തിക്കുന്നല്ല ചോദിക്കുക.
അപ്പോൾ എല്ലാവരും ഒരേപോലെ ചോദിക്കൂല. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ആളുകളെ കുറിച്ചൊരു ധാരണ വേണം, ഇന്ന ആൾ ഇന്ന രൂപത്തിലായിരിക്കും എന്നുള്ളത്. വന്നിട്ടില്ലേ ആര്? അല്ല, ഞാൻ വേറൊരു വിഷയം പറഞ്ഞു. ശരി, നജാത്തി ഏതൊരു അടുത്ത് 10 ഫുള്ളയക്കണോ? ആർക്കെങ്കിലും ഒരാൾക്കറിയോ? എന്നാ പറയേ. 11ാമത്തെ എടുത്തോ? തുടങ്ങിയോ? തുടങ്ങി. ശരി. ഇഖ്തലഫൽ ഉലമാവുന്ന പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. 11 തുടങ്ങിയോ ഇല്ലേ? ഏതായിരുന്നാലും രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചു. അതിൻ്റെയൊക്കെ മുമ്പ് ഞാനിന്ന് വരുന്ന സമയത്ത് പീസ് റേഡിയോയിൽ ചില പ്രോഗ്രാമുകൾ ഇങ്ങനെ കേട്ട് വന്നപ്പോൾ ഒരു കഥ കേട്ടു. ആ കഥ ഇവിടെ ഒരു 7 കുട്ടികൾ, എത്ര കുട്ടികളുണ്ടായിരുന്നു ഇവിടെ? 6 കുട്ടികളോ? 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും അല്ലേ? അപ്പോൾ ആ കുട്ടികളെ ഒരു നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒരു കടൽ തീരത്തുകൂടി ഒരു 4 വയസ്സായ ഒരു കുഞ്ഞനുജത്തെയും പിടിച്ച് 6 വയസ്സായ ഒരു കുഞ്ഞാങ്ങള അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ പിടിച്ചിരുന്ന കുട്ടിയെ പിന്നെ കാണാനില്ല. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കടൽ തീരത്തിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ഷോപ്പുകളുള്ളതിൽ ഒരു ഷോപ്പിൽ ഒരു കളിപ്പാട്ടത്തെ നോക്കി നിൽക്കുന്ന ഈ ചെറിയ കുഞ്ഞനിയത്തിയാണ് കണ്ടത്. അങ്ങനെ ഇവൻ ആങ്ങളെ ചെന്ന് നോക്കി. ആങ്ങള എന്ന് പറയുന്നത് 6 വയസ്സാണ്, 2 വയസ്സ് മാത്രമാണ് മൂപ്പുള്ളത്. അപ്പോൾ ഈ ആങ്ങളെ തിരിച്ചു ചെന്നിട്ട് ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയപ്പോൾ ഒരു കളിപ്പാട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന അനിയത്തിയെ കണ്ടപ്പോൾ ആ ചെറിയ കുട്ടി പോയിട്ട് ചോദിച്ചു, എൻ്റെ മോൾക്കിത് വേണോന്ന്. ആ കഥയുടെ ഒരു ഭംഗിയാണ്. എൻ്റെ മോൾക്കിത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറിയ 4 വയസ്സുകാരി പെൺകുട്ടി പറഞ്ഞു, അതെ എനിക്കിത് വേണം ഇക്കാക്കാൻ. അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ കടയുടെ മുൻവശത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നിന്ന് ഈ ഒരു ചെറിയ ടോയ്ക്ക് വേണ്ടി ഈ 2 കുട്ടികളിങ്ങനെ ആ കടയിലേക്ക് കയറി ചെന്നു. കയറി ചെന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, ഈ വിലപിടിപ്പുള്ള ഒരു പാവയാണ് ഈ കുട്ടിക്ക് ആവശ്യം. ആ കുട്ടിയോട് ഈ ആങ്ങളെ, ചെറിയ 6 വയസ്സുള്ള ആങ്ങളെ പറഞ്ഞു, നിനക്ക് വേണ്ടത് എടുത്തോ. ആ ചെറിയ കുട്ടി അവളുടെ മാറിടത്തിലേക്ക് തൻ്റെ ബൊമ്മയെ അല്ലെങ്കിൽ പാവക്കുട്ടിയെ ചേർത്ത് വെച്ച് സന്തോഷത്തോടു കൂട്ടി നിന്നപ്പോൾ ഈ 6 വയസ്സുകാരനായ ആങ്ങള ഈ ഒരു ഷോപ്പ് കീപ്പറുടെ അരികിലേക്ക് കയറി ചെന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ഈ ബൊമ്മയ്ക്ക് എത്ര പണം വേണം? അപ്പോൾ ഈ ഷോപ്പ് കീപ്പർ പറഞ്ഞു, നിൻ്റെ അടുത്ത് എത്രയാണ് ഉള്ളത് ചോദിച്ചു. കുറച്ച് പ്രായം ചെന്ന ആളാണ്. അപ്പോൾ ഈ കുട്ടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അത് തുറന്നു വെച്ചു. അപ്പോൾ അതിലുള്ള പണം എന്താണെന്നറിയോ? കുറേ കക്കകളും ചിപ്പികളും മാംസമില്ലാത്ത ചെറിയ ചെറിയ തോടുകളുമൊക്കെയാണുള്ളത്, പൈസ ഇല്ല. അങ്ങനെ ഇത് മേശപ്പുറത്ത് വെച്ചപ്പോൾ ഈ ഓണർ ഇത് ഗൗരവത്തിൽ ഈ ചെളി പിടിച്ച മണൽ പിടിച്ച ഈ ചിപ്പിയും അതുപോലെ തന്നെ കക്കയുമൊക്കെ ഗൗരവത്തിൽ ഒരു പൈസ എണ്ണുന്നത് പോലെ എണ്ണി എടുത്തിട്ട് ഈ മോനോടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ ചോദിച്ചു, ഈ ആങ്ങളെ ചോദിച്ചു, ഇത് തികയോന്ന്, ഇത് തികയോ? അപ്പോൾ ഈ ഓണർ പറഞ്ഞു, ഇത്രയൊന്നും ആവശ്യമില്ല, ഇതിൽ നിന്നൊരു 4 തിരിച്ചു തരാനുള്ളതാണ്. അങ്ങനെ അത് തിരിച്ചു കൊടുത്തപ്പോൾ അത് വീണ്ടും തൻ്റെ ബാസ്ക്കറ്റിലേക്കിട്ട് തൻ്റെ കുഞ്ഞനുജത്തിയുടെ തോളിൽ കൈവച്ച് അവർ 2 പേരും നടന്നു നീങ്ങിയപ്പോൾ ആ ഷോപ്പ് കീപ്പറിൻ്റെ ഓണറിൻ്റെ അടുത്തുണ്ടായിരുന്ന അവിടുത്തെ സെയിൽസ്മാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അത്രയും വിലപിടിപ്പുള്ള ഈ ഒരു കൊച്ചു പാവയെ, ആ വിലപിടിപ്പുള്ള പാവയെ ഒന്നിനും പറ്റാത്ത കുറച്ച് ചിപ്പി കഷ്ണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിറ്റല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ മറുപടി, നമുക്കത് വിലയില്ല, പക്ഷേ ആ ചെറിയ പിഞ്ചു പൈതലിനെയും കൊണ്ടുവന്ന ആ ചെറിയ ആങ്ങളക്കുട്ടിക്ക് ആ ചിപ്പിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ് അത് ഞാൻ പണം പോലെ എണ്ണി പണത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കുന്നത് പോലെ തിരിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ ഹൃദയത്തിലും അവളുടെ ഹൃദയത്തിലുമുണ്ടായ സന്തോഷം അത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കും എന്ന് മാത്രമല്ല, അവർ വളർന്നു വലുതാവുകയാണ്. വളർന്നു വലുതാവുമ്പോൾ ഈ ആങ്ങളക്കുട്ടി പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം പെങ്ങളൊക്കെ വളർന്നു വലുതാകുമ്പോൾ ഇവൻ ആലോചിച്ചു പോകും,
എന്തിനാണ് ആ മനുഷ്യൻ ഈ ചിപ്പി, ഒന്നിനും പറ്റാത്ത ചിപ്പിക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഒരു ബൊമ്മക്കുട്ടിയെ എൻ്റെ അനിയത്തിക്ക് കൊടുത്തത് എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു നന്മയുണ്ട്. ആ നന്മ എന്താ? ലോകത്തിന്നും നന്മ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന ഒരു ചിന്ത. അതുകൊണ്ട് അവൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ എല്ലായിടത്തും തിന്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ കേട്ടു വളർന്ന അവൻ്റെ ജീവിതത്തിൻ്റെ നടപ്പാതയിൽ ഒരു നന്മയായി ഈ പാവപ്പെട്ടവൻ അവൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ബൊമ്മക്ക് പകരം ചിപ്പിയെ സ്വീകരിച്ച് ആ ചിപ്പി പണമായി അവനിൽ നിന്ന് ഞാൻ മടക്കി വാങ്ങി വീണ്ടും അത് തിരിച്ചു കൊടുത്ത് ഒരു ട്രാൻസാക്ഷൻ നടത്തി അവൻ അഭിമാനത്തോടു കൂടി അവൻ്റെ പെങ്ങളെ നോക്കിയ ഒരാങ്ങളെയാണ് എന്ന് ഭാവിയിൽ അവന് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമെന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇത് കേട്ടപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നുള്ളതിലൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നന്മകളിലൂടെ നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില ആളുകൾ ത്യാഗം സഹിക്കണം. നമ്മൾ എവിടെയും കേൾക്കുന്നത് തിന്മയുടെ വാതായനങ്ങളാണ്. തിന്മയുടെ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എവിടെ നോക്കിയാലും ഇപ്പോൾ മോശപ്പെട്ട സംസാരങ്ങളാണ്. അവിടെ ഒരു നന്മയുടെ കണികയായി മാറാൻ, അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു നന്മയായി മാറാനെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ തയ്യാറാകണം എന്ന ഒരു സന്ദേശമാണ്. അത് നമ്മുടെ വിഷയവുമായി ബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇന്ന് കേട്ട, എൻ്റെ മനസ്സിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്ത, ഇമ്പാക്റ്റ് ചെയ്ത, സ്വാധീനിച്ച ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ബസ്സിൽ നിന്നേ തീരുമാനിച്ചു വന്നത്. അതിവിടെ 6 കുട്ടികളെ കണ്ടപ്പോൾ അതിനേറ്റ് വല്ലാത്തൊരു അടുപ്പം കൂടി തോന്നി. കാരണം ഈ 6 മക്കൾ അവർക്ക് ലഭിച്ച, അവരെക്കുറിച്ച് ഇവിടെ അനൗൺസ് ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത് കേൾക്കലുണ്ട്. നിങ്ങൾ എത്ര ആൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ പറഞ്ഞെന്തറിയോ, ഇവരാണ് ഇതിൽ മുന്നിൽ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ മൈക്കിലൂടെ അവരെ 6 പേരെയും മുമ്പിൽ നിർത്തിയത്. അത് എത്ര ആളുകൾ കേട്ടു? മാഷാ അല്ലാഹ്, അല്ലേ? അപ്പോൾ 6 കുട്ടികൾ അവരിവിടെ ഉണ്ടാവും ചിലപ്പോൾ. ആ 6 കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്ത ഒരു വാചകമാണത്. ഇവരാണ് ഈ ഒരു ലോഞ്ചിങ്ങിന് മുന്നിൽ നിൽക്കേണ്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ എന്തുണ്ടായിരുന്നത്, ചെറിയ കുട്ടികൾ എന്തിനേക്കൊന്ന് വന്നാൽ ഇതിനൊന്നും തന്നെ പറ്റില്ല എന്നിട്ട് ആട്ടി ഓടിക്കും. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഒരാളോട് ദേഷ്യപ്പെട്ട് വടിയെടുത്ത് അടിച്ച് പ്രയാസപ്പെടുത്തിയിട്ട് ഒരു നന്മയിലേക്ക് കൊണ്ടുവരുന്ന കാലം കഴിഞ്ഞുപോയി. അത് ഇനിയൊക്കെ മാറ്റം വന്ന് തോളോട് തോൾ വെച്ച് നമ്മുടെ സ്വന്തമായി ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾ വഴി തെറ്റാതെ നമ്മുടെ കൂടെയുണ്ടാകും. ശരി, ആ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തി എന്ന് മാത്രം. ഒരു ഉറക്കമൊക്കെ പോകാൻ വേണ്ടി ഇപ്പം എല്ലാവരും കണ്ണും തുറന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഥ സൂചിപ്പിച്ചതാണ്. ഏതായിരുന്നാലും കഴിഞ്ഞ ഒരു ഹദീസിൻ്റെ അവസാനത്തെ ഭാഗം ഈ പറയപ്പെടുന്ന രോഗി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് സൂചിപ്പിക്കാം. രോഗമെന്നുള്ളത് അതിനിടയിൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചക സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കാലമാണ്. ഈ ഒരു മാസം മാത്രം പ്രവാചക സ്നേഹം ഇല്ല. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആരും എണീക്കണ്ട, ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതല്ല, എന്തുപകാരപ്പെടും? കേൾക്കുന്നതൊക്കെ ഖൈറാണ്, നല്ല വാചകങ്ങളാണ് എങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസാണ് ഇതിൻ്റെ തുടക്കം 10ാമത്തെ ചാപ്റ്ററിലുള്ളത്. നിങ്ങളിൽ നിന്ന് ആരാണ് നോമ്പ് നോറ്റത്? ഞാൻ നോറ്റിട്ടുണ്ട്. ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? ഗാന്ധിജിനെ കൊന്ന് ഞാനല്ല അറിഞ്ഞമായിരിയില്ലേ? പണ്ട് കഥ പറഞ്ഞ പോലെ ഞാനല്ല അറിഞ്ഞില്ലേ? ആരാ പറഞ്ഞത്? നിങ്ങൾ ഫുള്ള് എറേസ് ചെയ്തിട്ട് അവിടുന്ന് പോകല്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സോയിമ. ഇന്നാരാണ് നോമ്പ് നോറ്റത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഞാൻ. ഇന്നാരാണ് ഒരു മയ്യത്തിനെ സന്ദർശിച്ചത്? ഞാൻ. ഇന്നാരാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? ഞാൻ. ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഞാൻ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഇതെല്ലാം കൂടി ഒരാളിൽ ഒരുമിച്ച് ചേർന്നാൽ അവൻ സ്വർഗത്തിൽ പോകും. അതെന്താ അങ്ങനെ പറയാൻ കാരണം?
ഇതെല്ലാം കൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്ര ഈമാനുള്ളവനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അത്ര ഈമാനുള്ളവനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നോമ്പ് നോൽക്കണം, നമ്മൾ നോമ്പ് നോറ്റ് പിന്നെ ഒരു മയ്യത്തിൻ്റെ കൂടെ പോകണം, പിന്നെ അന്ന് തന്നെ രോഗിയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് നാളെ പോകാറ്. ആദ്യം മരിച്ച തീരുമാനമാകട്ടെ, എന്നിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു രോഗം മടി പിടിക്കും. അപ്പോൾ അവസാനത്തിൽ പറഞ്ഞ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? രോഗമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിധിയാണത്. എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെന്താ രോഗം എടുത്തു പറയാനുള്ള കാരണം? രോഗത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഒരു ശക്തമായ രോഗം വന്നാൽ ഏത് പണക്കാരനും ചിലപ്പോൾ എന്ത് ചെയ്യും? പാപ്പരായി പോകും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ മെസ്സേജുകൾ വന്ന് കണ്ടിട്ടില്ലേ? ഞങ്ങളെ സഹായിക്കൂ, അല്ലെങ്കിൽ ഒരു പിഞ്ചു പൈതലിനെ കയ്യിൽ വെച്ചിട്ട് തേങ്ങിക്കരയുന്ന ഉമ്മയുടെ മെസ്സേജുകൾ. ഹാർട്ട് പ്രശ്നമാണ്, ലിവർ പ്രശ്നമാണ്, അതുപോലെ തന്നെ വാൽവ് പ്രശ്നമാണ്, അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസറാണ്, അതുപോലെ തന്നെ പല നിലക്കുമുള്ള ഒരുപാട് വീഡിയോസ് കാണും. ഇതിലൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉത്തരം പറയണ്ട കേട്ടോ, കാരണം അങ്ങനത്തെ ചോദ്യമാണ്, ശരിക്കും ഫുള്ള് കേട്ടിട്ട് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമല്ലോ റബ്ബേ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, കൊടുത്തോ ഇല്ലെന്നില്ല. അല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കാമായിരുന്നു റബ്ബേ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഖൈർ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അലാമത്ത്, ഒരു അടയാളമാണത്. കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്നില്ല അല്ല ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ തന്നെ പല പ്രയാസത്തിലുണ്ടാവും. ഇവിടെ 10, 200, 250, 300 ആളുകളുണ്ട്. എന്തായാലും പ്രയാസമില്ലാതെ നമ്മളിവിടെ ഇരിക്കൂലല്ലോ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റേതായ രൂപത്തിൽ അവൻ്റെ ഹിക്മത്തോടു കൂടി തന്നെ അതിനൊരു പരിഹാരം കാണാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പടച്ചവനെ ആ രോഗിയെ എനിക്ക് സഹായിക്കാമായിരുന്നു എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈമാനിൻ്റെ ഭാഗമാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ്. ആ ഈമാനിൻ്റെ ഭാഗം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പടച്ച റബ്ബിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പിടിവള്ളി തന്നെയാണ് ആ ഒരു ഏറ്റവും നല്ല മനസ്സ് എന്നുള്ളത്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില ഹദീസുകൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം നമുക്ക് പൂർണ്ണമാക്കണം. അതിനുശേഷം ചില കാര്യങ്ങൾ നജാത്ത് എത്തുന്നതിൻ്റെ മുമ്പായി അല്ലെങ്കിൽ എത്തുന്നതോടുകൂടി ഇത് അവസാനിപ്പിക്കുകയും വേണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗബാൻ മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ആദ മരീദ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലെ ഒരു ഖുർഫത്തിലായിരിക്കും. സ്വർഗ്ഗത്തിലെ ഒരു ഖുർഫത്തിലായിരിക്കും. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വമൽ ഖുർഫ? അപ്പോൾ സഹാബിമാർ ചോദിക്കുകയാണ്, എന്താണ് ഖുർഫത്ത് എന്ന് പറഞ്ഞാൽ റസൂലേ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മറുപടി, ഖാല ജനാഹ, ആ സ്വർഗത്തിലെ ഫലവർഗ്ഗങ്ങളാണ് ഖുർഫത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ സ്വർഗത്തിലെ ഫലത്തിനുള്ളിൽ ജീവിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിൻ്റെ ഉള്ളിലുള്ളവനെ പോലെയാണ്. സ്വർഗത്തിൻ്റെ അകത്ത് പ്രവേശിച്ച ഒരു വ്യക്തിയെ കാണാൻ നല്ല നെയ്യത്തോടുകൂടി ഉമ്മയുടെ അനുജത്തി അവിടെ പ്രയാസപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്നതും കാഷ്ടിക്കുന്നതും അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിലുണ്ടോ, അയൽവാസിയിലുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുക്കളിലുണ്ടോ, അവിടെ പോയി നിൽക്കുന്നവനെ നോക്കിക്കാണാം, അവൻ നിൽക്കുന്നത് സ്വർഗത്തിൻ്റെ ഉള്ളിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് പോയി സന്ദർശിച്ചു നോക്കി. മുസ്ലിമിനൊരു പ്രത്യേകതയുണ്ട്, അത് ലോകത്ത് സാധാരണ മറ്റൊരാൾക്കും കിട്ടാത്തതാണ്. എന്താണെന്നറിയോ? എന്ത് ചെയ്താലും അവന് ഖൈറാണ്. എന്ത് ചെയ്താലും ഖൈറാണ്. ഈ ദുനിയാവിൽ മുസ്ലിം ചെരുപ്പ് ധരിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരും ചെരുപ്പ് ധരിക്കുന്നു. പക്ഷേ ഒരു നല്ല മുസ്ലിമാണെങ്കിൽ, എല്ലാ മുസ്ലിമീങ്ങളുമാണ് എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ മുസ്ലിങ്ങളുമല്ല,
പക്ഷേ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ചെരുപ്പ് ധരിക്കുമ്പോൾ അവൻ ആദ്യം തന്നെ ഉരുവിടുന്നത് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വലത് കാലാണ് അവൻ ആദ്യം ധരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവൻ ചെരുപ്പ് ധരിച്ചിട്ടുള്ളത്. ഇല്ലേ? പടച്ചവനൊന്ന് കൂലിയിട്ടൊന്ന് ആരെ ചെരുപ്പിടാതെ അവിടെ ആരെങ്കിലും നടക്കണ്ടോ? ഇല്ലല്ലോ. പല്ല് തേക്കണില്ലേ? എല്ലാവരും പല്ല് തേക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗം കാംക്ഷിക്കുന്ന ഒരു മുസ്ലിം പല്ല് തേച്ചാൽ പ്രതിഫലമാണ്. കാരണം എന്താ? 5 വക്ത് നിസ്കാരത്തിൻ്റെ മുമ്പ് പല്ല് തേക്കുക എന്നുള്ളത് അത്രയധികം പുണ്യമാണ്. ഇത് പുണ്യമാണ് എന്ന് അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അള്ളാഹിൻ്റെ ഒന്ന് കൂലിയിട്ടുക. ശരിക്കും മനസ്സിലാക്കണോ? അതിനാണ് അറിവിൻ്റെ പ്രസക്തി. മുൻഗാമികളായ ഇമാമുമാരൊക്കെ പറഞ്ഞതറിയോ? ഒരു മനുഷ്യർ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ 4 ദിവസം 5 ദിവസമൊക്കെ പിടിച്ചിക്കാം. അറിവില്ലെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റൂല എന്നാണ്. കാരണം അവൻ നരകത്തിൻ്റെ വഴിയിൽ പോകുന്നു. അപ്പോൾ ഓരോ ശ്വാസത്തിൻ്റെയും നിശ്വാസത്തിൻ്റെയും സമയത്തൊക്കെ നമുക്ക് അറിവ് വേണം. അപ്പോൾ ഒരു മനുഷ്യരിതാ ഇവിടെ ഫാൻ ഇങ്ങനെ കറങ്ങാൻ എല്ലാവരും പോയി ഒരു 3 ഫാനിൻ്റെ സ്വിച്ച് ഓഫാക്കാൻ മറന്നു. ആരും ഓഫാക്കും. പക്ഷേ ഒരു അള്ളാനെ ഭയപ്പെടുന്ന, പടച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലിയിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു മുസ്ലിം ആ സ്വിച്ച് ഓഫാക്കും. എന്താ വിചാരിക്കണറിയോ? പടച്ചവൻ ഇതൊക്കെ വേസ്റ്റായി പോകണ്ടല്ലോ, ഞാൻ കാരണം അത് ഞാൻ കണ്ടിട്ട് പോയാൽ ഒരിക്കലും തന്നെ ശരിയല്ല, അതുകൊണ്ട് പടച്ചവൻ എനിക്ക് കൂലി തരണേ എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആക്കിയാലോ അത് പ്രതിഫലമായി. അതാണ് എന്ത് ചെയ്താലും അള്ളാൻ്റെ മാർഗത്തിൽ നമുക്ക് പ്രതിഫലമാണ്. പക്ഷെ അതെന്ത് വേണം? ഒരു ശ്രദ്ധ വേണം. മുൻഗാമികൾ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്, ആദത്തുൽ ആഖിലി ഇബാദത്തുൻ വ ഇബാദത്തുൽ ഗാഫിലി ആദത്തുൻ. അതാണ് പദപ്രയോഗം. ആദത്തുൽ ആഖിലി ഇബാദത്തുൻ, സാധാരണ ചെയ്യുന്ന പ്രവൃത്തി ഒരു ബുദ്ധിമാൻ ചെയ്യുമ്പോൾ അത് ഇബാദത്തായി മാറും. ഇപ്പോൾ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മുഖത്തേക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുക, അത് ഇബാദത്താണ്. അവർക്ക് സന്തോഷം. മക്കൾ എത്ര വലിയവനാണെങ്കിലും ശരി, ആ മക്കൾ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി നോക്കിയാൽ ഉമ്മയുടെയും ഉപ്പയുടെയും ഹൃദയത്തിൽ പടച്ചവനെ ഞാൻ കാരണം സന്തോഷം ലഭിക്കുന്നു എന്ന് അവന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ആ നോട്ടം പോലും കൂലിയാണ്. എല്ലാ മക്കളും നോക്കിക്കൂലേ ഉമ്മാനിപ്പാനി അച്ഛനി അമ്മനി? പക്ഷെ എന്താ? ബോധമുള്ളവൻ്റെ നോട്ടം ഇബാദത്ത്, ബോധമുള്ളവൻ്റെ ചെരുപ്പ് ധരിക്കൽ ഇബാദത്ത്, ബോധമുള്ളവൻ്റെ തൻ്റെ മക്കളുടെ ഡ്രസ്സ് അലക്കുന്നത് ഇബാദത്ത്. എങ്ങനെ അലക്കണം എന്നറിയോ? പെൺകുട്ടികൾക്ക് നല്ല പകുതിയിലെ ടോപ്പും അതേപോലെ ജീൻസ് ഇട്ടുന്ന എന്താ ഡ്രസ്സിനെ കുറിച്ചല്ല പറയണത്. അവർ പുറത്തേക്ക് പോകുമ്പോൾ പടച്ചവരെ നീ പഠിപ്പിച്ച, നിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ഔറത്ത് മറച്ചു കൊണ്ടുപോകുന്ന ഒരു ഡ്രസ്സാണല്ലോ ഞാൻ അലക്കുന്നത് എന്ന ബോധമുണ്ടോ? ഉള്ളി വെട്ടുന്നത് ഇബാദത്ത്, അതുപോലെ തന്നെ തക്കാളി മുറിക്കുന്നത് ഇബാദത്ത്, അതുപോലെ തന്നെ കിഴങ്ങ് മുറിക്കുന്നത് ഇബാദത്ത്. ഇത് മുഹാജിർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതല്ല. ഷെയ്ഖ് ഇബ്നു സ്വാലിഹ് അൽ ഫൗസാൻ റഹ്മഹുല്ലയോട് ഒരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ഇബ്നു ബാസ് റഹ്മഹുല്ലയോട് ഒരാൾ ചോദ്യം ചോദിക്കാൻ, നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ വാചകമായി എല്ലാ പ്രാവശ്യവും തന്നെ പുരുഷന്മാരിങ്ങനെ നന്മയുമായി മുന്നോട്ട് പോകുന്നു, അവർ പള്ളിയിൽ പോകുന്നു, അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ അവരിങ്ങനെ ചെയ്യുന്നു. വീട്ടിൽ ഞങ്ങൾ വീട്ടുജോലിയാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് റമദാനിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, അനിയത്തിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കൂലിയുണ്ടോ? അവർ കൊടുത്ത മറുപടി എന്താ അറിയോ? നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാ. ഏറ്റവും പെട്ടെന്ന് സ്വർഗത്ത് പോകാൻ പറ്റിയ ആർക്കും അറിയോ? ആണിനാ പെണ്ണിനാ? ആണിനാ പെണ്ണിനാ? പെണ്ണിനാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നരകത്തിൽ ആരാന്നറിയോ? പെണ്ണാണ്. അതാണ് വ്യത്യാസം. ആണിന് സ്വർഗത്ത് പോകണമെങ്കിൽ, എനിക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ, അള്ളാഹ് നമ്മളൊക്കെ സ്വർഗത്തിലാക്കട്ടെ, എനിക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ ഒരു പെണ്ണിൻ്റെ കാര്യം ഞാൻ നോക്കണം, എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ നോക്കണം. എൻ്റെ വൈഫിന് സ്വർഗത്ത് പോകണമെങ്കിൽ എൻ്റെ സാമ്പത്തികത ഓള് നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാകണ്ടോ? എൻ്റെ കുടുംബത്തിലൊരു കുട്ടിക്ക് അസുഖബാധിതനാണ് എങ്കിൽ എനിക്കാണ് ഉത്തരവാദിത്വം. എൻ്റെ പെണ്ണിനെന്തില്ല? ഉത്തരവാദിത്തമില്ല. ഓളടുത്തുണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാകും, അത് വേറെ വിഷയം. അല്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഓളടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, 1 ഉറുപ്പിക തരൂല എന്ന് പറഞ്ഞാൽ അത് വേറെ വിഷയമായി മാറും, അത് വേറൊക്കെ. പക്ഷേ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് എത്ര കൂമ്പാരുണ്ടെങ്കിലും ശരി, ആ പെണ്ണിന് ഉത്തരവാദിത്തമില്ല. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇടക്കൊന്ന് ചോദിക്കുക, അപ്പോൾ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം നിങ്ങൾക്ക് എതിരാണോ സപ്പോർട്ടാണോ? രണ്ടിലൊന്നാണ് കിട്ടുക, പകുതിയാണ് കിട്ടുക. അല്ല, പകുതിയാണ് കിട്ടുക. ആണിന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് ആർക്കുള്ളത്? പെണ്ണിനുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾക്ക് കിട്ടുന്ന 10,000 രൂപ തൊടുന്നെ വേണ്ട, അവിടെ വെക്കാം. ആ ഓരി വെച്ചിട്ട് ആ സന്തോഷത്തോടു കൂടി
അവിടുന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾ സ്റ്റെപ്പുമ്പോൾ ആഹ്ലാദം കൊണ്ട് ചാടി കളിച്ച് തുള്ളി കളിച്ച് കഴിയുമ്പോൾ വീണ് വെക്കുക. നിങ്ങളെ കാല് നന്നാക്കാൻ കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്തം ആർക്കറിയോ? 20,000 കൊണ്ട് ഇറങ്ങിയ ആണിൻ്റെ പണിയാണ്. നിങ്ങളെ 10,000 തൊടണ്ട. ആർക്കാ ലാഭം? ഇതൊന്നും സമൂഹത്തിനറിയില്ല. അപ്പോൾ ഇസ്ലാമിനെ അങ്ങോട്ട് വിമർശിക്കുക. ഇടയ്ക്ക് സൂചിപ്പിച്ച പെണ്ണിന് പകുതി കിട്ടുള്ളൂ എന്ന് പറയും. ആണിനോ ഇരട്ടി കിട്ടും. പക്ഷെ അതും കൊണ്ടുവരുന്ന ആ പെണ്ണ് നിലത്തൊന്ന് വീണാൽ ഓൾ ഓർഡർ എടുത്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ബനാ. ഓളെ പൈസ തൊടണ്ട. ആർക്കാ ലാഭം? പെണ്ണുങ്ങൾക്കാ ലാഭം. എല്ലാം അങ്ങനെ തന്നെ. വീടിൻ്റെ ഉള്ളിൽ മാത്രം നോക്കി നിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. പക്ഷെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ മാത്രം നോക്കൂല, അയലൊക്കെക്കാരെല്ലാ കാര്യവും നോക്കും. അതുകൊണ്ട് നരകമായി. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു രോഗിയായി കിടക്കുന്നുവെങ്കിൽ നമ്മൾ അവരെ സന്ദർശിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ഇനി പോകുമ്പോണ്ടല്ലോ ഒരു 100 ഉറുപ്പിക എടുത്തിട്ട് ഓലെ കയ്യിലൊന്ന് കൊടുത്തു നോക്കികൾ, ആ കൈയൊന്നിട്ട് മുറുക്കി പിടിക്കും, എന്നിട്ട് കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് വയ്ക്കും. അത് 100 രൂപ എന്ന നോട്ടിൻ്റെ പ്രത്യേകതയല്ല, ആ കൊടുത്തല്ലോ എന്നുള്ള സന്തോഷം. ഞാൻ ഇന്ന് പോരുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു അംശം കണ്ടു. അതിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ മുൻപ് അന്തേവാസിയായിരുന്ന ഒരു വ്യക്തിയുടെ സംസാരമാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ മക്കളൊക്കെ അമേരിക്കയിലും അതുപോലെ തന്നെ ലണ്ടനിലൊക്കെയാണ്, പക്ഷേ ഇപ്പോൾ ആരും വിളിക്കണില്ല. അവിടെ എന്താ പ്രത്യേകത അറിയോ? അതോടൊപ്പം തന്നെ ഡോക്ടർ ജൗഹർ മുനവർ കേട്ടിട്ടില്ലേ? ഫറൂഖ് കോളേജിൽ പ്രൊഫസർ അല്ലേ? അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടു. അദ്ദേഹം കുട്ടികളെ UK-യിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കുമൊക്കെ പഠനാവശ്യത്തിന് വിടുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത്. സംസാരമാണ്, ഒരു ഇൻട്രാക്ഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള പള്ളിയിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവരെ വിട്ടാൽ അവർ അവിടെ എന്ത് ചെയ്യും? നിസ്കാരം നോമ്പോയിട്ട് അങ്ങനെ ജീവിച്ചോളും. എന്നാൽ ഒരേ ഫ്ലാറ്റിൽ തന്നെ നിൽക്കുന്ന കുട്ടികളാണ്, ഒരു വക ഇസ്ലാമിൻ്റെ യാതൊന്നുമില്ലെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, പുറത്തു നിന്ന് തിരിച്ചു വരുന്നത് നിങ്ങളുടെ പോയ മകനായിരിക്കില്ല, മകളായിരിക്കില്ല. ഇത് രണ്ടും മിക്സാക്കി ഞാൻ പറഞ്ഞത്, ദീൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. ദീനാണ് ഏറ്റവും പ്രധാനം. ദീനില്ല എങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടായിട്ടും ഒരു ഉപകാരവും അതുകൊണ്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ദീന് നമ്മുടെ മറ്റുള്ള ഒരു ആളുടെ കയ്യിൽ ഒരു 100 രൂപ വെച്ച് കൊടുക്കുമ്പോൾ, പടച്ചോനെ എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ എൻ്റെ കുടുംബത്തിൽ കൊടുക്കാൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ 100 രൂപക്കല്ല അല്ല കൂലി തരിക. പടച്ചോൻ്റെ പ്രത്യേകത എന്താ അറിയോ? മിനിമം 10. മിനിമം 10. 1 രൂപ കൊടുത്താൽ 10 റുപ്യ കൊടുത്ത കൂലി. 10-ൽ നിന്ന് തുടങ്ങി 700, പിന്നെ പടച്ചറബ് ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ കൊടുക്കുന്ന. നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരു 5 രൂപ വെച്ച് കൊടുത്തിട്ട് ഒരു ബാബ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവില്ല. എന്നാലും 1 രൂപയെങ്കിലും 1 രൂപ വടിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു യാചകൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നിങ്ങളുടെ അരികിൽ 2 രൂപ ഉണ്ട്, 1 രൂപയും 1 രൂപയും എങ്കിൽ 1 രൂപ നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ ഉള്ള 1 രൂപ നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ വെച്ചിട്ട് കൊടുത്ത് ശീലിപ്പിക്കണം. കൊടുക്കണമെന്നുണ്ട് എങ്കിൽ ഒരു കയ്പ് മാറാനുണ്ട്. കൊടുത്ത് ശീലിക്കണമെങ്കിൽ കയ്പ് മാറണം. കുടുംബത്തിൽ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ കയ്പ് മാറണം. ഇല്ല എങ്കിൽ അർഹതപ്പെട്ട അനന്തരാവകാശം പോലും കിട്ടാത്ത പല ആളുകളും പല കുടുംബങ്ങളിലുമുണ്ട്. അർഹതപ്പെട്ടത് കിട്ടാത്തത്. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോഴെങ്കിലും അത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം, കുടുംബത്തിലുണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മനാദ മരീദൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുന്നുവെങ്കിൽ, ഔസാറ അഖല്ലഹു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു സഹോദരനെ ആരെങ്കിലും സന്ദർശിക്കുന്നുവെങ്കിൽ, നാദാഹു മുനാദിൻ, ആകാശലോകത്ത് നിന്നൊരാൾ വിളിച്ചു പറയുമത്രേ, അൻതിബ്ത വതോബ മംശാക വതബവ്വത മിനൽ ജന്നതി മൻസിലാ. ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ രോഗിയെ സന്ദർശിക്കാൻ പോയിട്ട് അയാളെ കൊന്നിട്ട് നീച്ചു പോരും അവിടുന്ന്. എന്താ പറയുക? ഇത് തമാശ പറഞ്ഞല്ല. എന്താ പറയുക? എടീ, എൻ്റെ കുടുംബത്തിൽ വേറെ കുടുംബത്തിലെ ഇങ്ങനെ ക്യാൻസർ വന്നിട്ട് 3 മാസം ജീവിച്ചിട്ടുള്ളൂ. അറിയാം, ക്യാൻസറുള്ള രോഗിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അത് പറയാം. എന്തിനാ പോണത്? വെറുതെ നരകമാങ്ങൾ പോണ്ട. പിന്നെ ഷുഗർ ഉള്ളവനോട് പറയും, മുറിയായോ, ഇനി നോക്കിയിട്ട് കാര്യമില്ല, മുറിച്ചെന്നെ വേണ്ടി വരും പറയും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നമല്ല, 10 ദിവസം കൊണ്ട് ഗുളിക കുടിച്ചാൽ ഷുഗർ നിയന്ത്രിച്ചാൽ മാറും.
ഇവർ ചെന്നിട്ട് ഇത് പറഞ്ഞ് അതിൻ്റെ വിരൽ മുറിപ്പിച്ചു. ഷുഗർ ബാധിച്ച രോഗിയെ സന്ദർശിക്കുക. ആ ജാതി സന്ദർശനമൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ നിങ്ങൾ സന്ദർശിക്കാനും പോകണ്ട. സന്ദർശിക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിലുള്ള മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് പോകണം. അത് വാപ്പാൻ്റെ കുടുംബമാണെങ്കിലും ഉമ്മാൻ്റെ കുടുംബമാണെങ്കിലും അമ്മോശം കാക്കാൻ്റെ കുടുംബമാണെങ്കിലും അമ്മായിമ്മയുടെ കുടുംബമാണെങ്കിലും ആരാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഒരാളിങ്ങനെ പോകുമ്പോൾ ആകാശലോകത്തിൽ നിന്ന് വിളിച്ചു പറയും. എന്താ വിളിക്കുന്നത്? അൻതിബ്ത, നിന്റെ പോക്ക് നല്ലതാണ്, നിന്റെ പോക്ക് നല്ലതാണ്, നീ നന്മയിലാണ്. വതോബ മംശാക്ക്, നിന്റെ യാത്രയും ഏറ്റവും നല്ല രൂപത്തിലാണ്, നിന്റെ കാലടി പാദം പോലും തൊയ്യിബാണ്. തിബ്ത എന്ന് പറഞ്ഞാൽ തൊയ്യിബാണ്. അപ്പോൾ കള്ളുടിക്കാൻ പോവുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. വ്യഭിചരിക്കാൻ പോവുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. മോഷ്ടിക്കാൻ പോവുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റാണ്. അത് വിളിച്ചു പറയുന്നതെന്ന് എവിടെയുമില്ല. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നാളെ പരലോകത്ത് നമ്മളത് കാണേണ്ടി വരും. രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഒരാൾ വിളിച്ചു പറയും, തിബിത്ത, നിന്റെ പോക്ക് നല്ലതാണ്. വതോപമംശാക്ക, നിന്റെ കാലടി പാദങ്ങൾ പോലും നല്ലതാണ് എന്ന് മാത്രമല്ല, മിനൽ ജന്നതി മൻസില, നീ സ്വർഗത്തിൽ നിന്ന് നിനക്കൊരു സ്ഥാനം ഉറപ്പിച്ചു മനുഷ്യ. ഒരു കുടുംബത്തിൽ ഒരു രോഗിനെ കാണാൻ പോകുമ്പോൾ, അയലോക്കത്ത് രോഗിനെ കാണാൻ പോകുമ്പോൾ ഒരാൾ വിളിച്ചു പറയാം, നീ സ്വർഗത്തിൽ ഒരു മനസ്സിൽ ഒരു സ്ഥാനം നീ ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല നീയത്തോടു കൂടി പോകണം. നമ്മൾ നല്ല നീയത്തോടു കൂടി പോവുക. എന്തും നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയില്ലേ? ഇല്ലേ? തൻ്റെ കൂടെ ജീവിച്ച ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? അതൊരു സത്യമാണല്ലോ. പറയാതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ മരിക്കും, എൻ്റെ ഭാര്യ മരിക്കും, എല്ലാവരും മരിക്കും. ഇവർ സ്വർഗത്തിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവരെ സ്വർഗത്തിലാക്കണേന്ന്. അവരെ കൂടെ നമുക്ക് എത്തണ്ടേ? അവർ സ്വർഗത്തിലാണെങ്കിൽ എത്തേണ്ട പണി നമ്മൾ എടുക്കണ്ടേ? പ്രാർത്ഥന കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തുമോ? എത്തുകയില്ല. ജീവിതം നന്നാകാതെ പ്രാർത്ഥന കൊണ്ട് മാത്രം ആർക്കാ സ്വർഗം കിട്ടുക? മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് സ്വർഗമില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവനാണ് സ്വർഗം. പേരുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് സ്വർഗം എവിടെയും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല. പേരുകൊണ്ട് ഇപ്പം അബ്ദുള്ള എന്നുള്ള പേരിട്ടു, എല്ലാ തോന്നിയാസം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് എവിടെയില്ല. കർമ്മങ്ങൾ കൊണ്ട്, വിശ്വാസങ്ങൾ കൊണ്ടാണ് പരലോകത്തേക്ക് നമ്മൾ തബവ്വഅ്ത മിനൽ ജന്നതി മൻസില, നീ സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ട ചില കാര്യങ്ങൾ നീ തയ്യാറാക്കി വെച്ചോ. അപ്പോൾ അതിനി പണ്ഡിതന്മാർ അതിനി ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഒരു പ്രശ്നം, എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. മറ്റെല്ലാവരും ക്ലാസ്സുമൊക്കെ ഇനി എൻ്റെ ക്ലാസ് ഇപ്പോൾ എത്രാമത്തെ ട്രിപ്പാണ് എനിക്ക് കിട്ടുക എന്നുള്ളത്. ശരി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വിളിച്ചു പറയും, നീ നന്മയിലാണ്, നിന്റെ നടപ്പാതയും നന്മയിലാണ്, നിന്റെ കാലടി പാത നന്മയിലാണ്, അതുപോലെ തന്നെ നീ സ്വർഗത്തിൽ നിന്ന് നിനക്കൊരു മൻസിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി അതുമാത്രമല്ല, ഒരാൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യനെ, രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ ഇവന് വേണ്ടി പടച്ചറബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമത്രേ. 70,000 മലക്കുകൾ. ഒറ്റ മലക്ക് ഒരാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് സ്വീകരിക്കുന്ന. അതിൻ്റെ കാരണം, ഈ കണ്ണ് കണ്ടവനൊന്നും മലക്ക് എന്ത് ചെയ്യൂല, ഇസ്തിഗ്ഫാറിനെ ചോദിക്കൂല. അതിൻ്റെ കാരണം, മലക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെങ്കിൽ മലക്കിന് അള്ളാഹു പെർമിഷൻ കൊടുക്കും. ഇന്ന ആൾക്ക് നീ ഇസ്തിഗ്ഫാർ നടത്തിക്കോ എന്നുള്ള പെർമിഷൻ കൊടുത്തതിന് ശേഷം മലക്ക് ചെയ്യുള്ളൂ. മലക്കും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതാ. മനുഷ്യൻ്റെ വ്യത്യാസം എന്താ പറയുക? മനുഷ്യനോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതേ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല.
ഒരു സമാധാനം ഉണ്ടാവില്ല. മൂന്നാൾ ഇങ്ങനെ യാത്ര പോയി, ഒരു കഥയാണ്. അതിൽ യാത്ര ഇങ്ങനെ പോകുമ്പോൾ യാത്ര എന്നുള്ളത് കിത്തുകാത്തും മിനന്നാർന്ന നരകത്തിൻ്റെ കഷ്ടമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് യാത്രയിൽ ഹറാമ് വല്ലാതെ നമ്മളെന്ത് ചെയ്യും, വിടാതെ കൂടും. വീടിൻ്റെ ഉള്ളിൽ കുടുംബത്തിൽ ജീവിക്കുന്ന ആൾ ഒറ്റയ്ക്ക് യാത്ര പോകാൻ അവസരം കിട്ടിയാൽ അവൻ ചെയ്യുന്ന ഹറാമൊക്കെ അപ്പോഴാണ് അവന് ബോധ്യപ്പെടുക. ഏതായിരുന്നാലും ഇങ്ങനെ യാത്ര പോയപ്പോൾ ഒരാൾ പറഞ്ഞു, എടാ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു പെണ്ണുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി. അതിൽ കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞെന്താ അറിയോ, ഇനി ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ പെണ്ണിനെ കണ്ടാൽ ഒന്നും പറയരുത്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാണ്. അതിലിങ്ങനെ ഈ മനുഷ്യന്മാരുടെ സ്വഭാവം പറയണോ, ഒരു കഥയാണ് കേട്ടോ. അതിലിങ്ങനെ പോയപ്പോൾ ഒരുത്തൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ മറ്റവൻ ചോദിച്ചാൽ എവിടെയത്, മനസ്സിലായോ? ഒരുത്തൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ മറ്റവൻ ചോദിച്ചാൽ എന്താ, എവിടെയാണ് ഈ പെണ്ണിനെ കണ്ടതെന്ന്. അതാണ് മനുഷ്യന്മാർ. പക്ഷെ മലക്കാൾ അങ്ങനെയല്ല. മലക്കാൾ പടച്ച റബ്ബ് എന്താണോ പറഞ്ഞത് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ, അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇന്ന് വരെ കണ്ണടക്കാത്തൊരു മലക്കുണ്ട്. എന്താ പേര്, ആർക്കറിയാം? കണ്ണടക്കാത്ത മലക്ക്, സൂറെന്ന കാഹളത്തിൽ ഊതുന്ന മലക്ക് ആരാ? ഇസ്രാഫീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രാഫീലിൻ്റെ കണ്ണടക്കണില്ല. എന്തേ കാരണം എന്നറിയോ? കണ്ണടക്കണ സമയത്ത് പടച്ചോൻ പറയാം സൂറിൽ ഊത് എന്ന് പറഞ്ഞാൽ ആ സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് കണ്ണടക്കണില്ല. സുജൂദിൽ കിടക്കുന്ന മലക്കുകൾ, സുജൂദ് അവരെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എന്തിനാണ്? സുജൂദ് കിടക്കാനാ. എൻ്റെ മോനൊക്കെ നിസ്കരിക്കണ കണ്ടാണല്ലോ, ഞാൻ ഒന്നു കൊടുത്ത് ബിസ്മില്ലും പോത്തും അവൻ്റെ ദൂരം കഴിഞ്ഞ് തഹജ്ജുദൊക്കെ കഴിഞ്ഞ് മടക്കി ചെക്കുമ്പോയി അത്ര സ്പീഡാണ്. ഒന്നെടുത്ത് വരുമ്പോഴത്തിന് ഓൻ ചായ കുടിക്കുന്നുണ്ടാവും. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മലക്കുകൾ സുജൂദ് കിടക്കാനായിട്ട് മലക്കുകൾ, ഇസ്തിഗ്ഫാറിനായിട്ട് മലക്കുകൾ, അങ്ങനെയുള്ള മലക്കുകൾ പടച്ച റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൻ അലിയിൻ ഖാല, അലി റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയാ, ഒരു മനുഷ്യന് രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ വൈകുന്നേരം സന്ദർശിക്കുകയാണെങ്കിൽ ഇല്ലാ ഖറജ മഅഹു സബൂന അൽഫ മലകിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ. വൈകുന്നേരമാണ് നമുക്ക് സമയം കിട്ടിയത്, വൈകുന്നേരമാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ നമുക്ക് സമയം കിട്ടിയതെങ്കിൽ, വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരു പാവപ്പെട്ട ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ ഇല്ലാ ഖറജ മഅഹു സബൂന അൽഫ മലകിൻ, 70,000 മലക്കുകൾ അവൻ്റെ കൂടെ, അവൻ നടന്നു പോകുന്നിടത്തു കൂടി അവൻ്റെ കൂടെ നടക്കുമത്രേ. യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നത് വരേക്കും ഈ 70,000 മലക്കുകൾ ഇവന് വേണ്ടി പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകമായി കാണുന്നു. അലി റളിയല്ലാഹു അൻഹു കാര്യം പറയുമ്പോൾ, സ്വഹാബിമാർ ഒരു ഹദീസ് പറയുമ്പോൾ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അതവർ പ്രവാചകനിൽ നിന്ന് കേട്ടതായിട്ടാണ് സ്ഥിരപ്പെട്ടു വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്നൊരു ഫലം അവന് ലഭിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവനൊരു സ്വർഗത്തിലുള്ള ഒരു റൂം അവന് നൽകപ്പെടുകയും ചെയ്യും. ഇനി രണ്ടാമത് വമന്നതാഹു മുസ്ബിഹ, ഒരാൾ പ്രഭാതത്തിലാണ് ഒരു പാവപ്പെട്ട ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത്, കുടുംബത്തിലാകട്ടെ അയൽപക്കത്താകട്ടെ ഏത് രോഗിയാണെങ്കിലും. അപ്പോൾ ഈ കൂലി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബമൊന്നും നോക്കണ്ട. നമ്മളിങ്ങനെ നിങ്ങൾ നിത്യം ചെയ്തു നോക്കി, നിങ്ങളെ തൊട്ടടുത്തുണ്ട് എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു രോഗി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരങ്ങൾ പോയിക്കോളി. 70,000 മലക്ക് രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ മൊബൈലിൽ തോണ്ടിക്കിടക്കണ ഒരു 10 മിനിറ്റ് ആ രോഗിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാർ നടത്തും. വമന്നതാഹു മുസ്ബിഹ, എന്നിട്ട് ഒരു മനുഷ്യനിതാ ഒരു പ്രഭാതത്തിലാണ് ആ രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ ഖറജ മഅഹു സബഊന അൽഫ മലകിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസിയ വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന,
വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഇവന് വേണ്ടി പടച്ചവനെ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, ഈ മനുഷ്യൻ്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കല്ല എന്നിങ്ങനെ 70,000 മലക്കുകൾ ഹത്താ യുംസിയ വൈകുന്നേരമാകുന്നത് വരെ ഇവന് വേണ്ടി പാപമോചനം തേടും. വകാന ലഹു ഖരീഫും ഫിൽ ജന്ന, അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് 1 മാസത്തെ വഴിദൂരം അവൻ അടുക്കുകയും ചെയ്യും. ഇവിടെ ഖരീഫ് എന്ന പദത്തിൻ്റെ അർത്ഥം 1 മാസത്തെ വഴിദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷം നരകത്തിൽ നിന്ന് അകറ്റും. അന്ന് തന്നെ ഇവൻ രോഗിയെ സന്ദർശിച്ചാലോ 1 മാസം സ്വർഗത്തിലേക്ക് വീണ്ടും അടുപ്പിക്കും. ഇങ്ങനെ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ജീവിച്ചാണ്ടല്ലോ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം സ്വർഗം കിട്ടുമെന്ന്. ഉറപ്പിക്കാനൊന്നും പറ്റൂല. ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു രംഗം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത് മരിക്കുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹ്, മരിച്ചവരൊക്കെ ഉറപ്പിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഇത് തമാശയല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പ്രായപൂർത്തി എത്താത്ത എല്ലാ വ്യക്തികളും, അഥവാ പ്രായപൂർത്തി എത്താത്ത കുട്ടികളൊഴികെ ബാക്കി എല്ലാവരും അത് തീരുമാനിച്ചിട്ടാണ് പോകുന്നത്. ചെറിയ കുട്ടികൾ, അത് മുസ്ലിമിൻ്റെ കുട്ടിയും അമുസ്ലിമിൻ്റെ കുട്ടി ഏത് കുട്ടിയാണെങ്കിലും വിവേകവും ബുദ്ധിയും എത്താത്ത പ്രായത്തിലാണ് മരിക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ജൂതന്മാരുടെ മക്കളും അവർ സ്വർഗത്തിലാണ്, ചെറിയ കുട്ടിയായാലും. അപ്പോൾ ചെറിയ കുട്ടി നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷിച്ചോളി. സ്വർഗത്തിലൊരു വീടുണ്ട്. വീടിൻ്റെ പേരെന്താ അറിയോ? എന്താ? ബൈത്തുൽ ഹംദ് എന്നാ. സ്വർഗത്തിലെ ഒരു വീടിൻ്റെ പേര് ബൈത്തുൽ ഹംദ്. ആർക്കാ ഹംദിൻ്റെ വീട്? ഹംദിൻ്റെ വീട് കിട്ടുന്ന വ്യക്തിയുടെ പ്രത്യേകത, അവൻ്റെ കൂട്ടത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. കുട്ടി മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി. ആ വ്യക്തിക്ക് അല്ലാഹു ബൈത്തുൽ ഹംദ് സമ്മാനിക്കുമത്രേ. സുബ്ഹാനല്ലാഹ്. എൻ്റെ ഒരു അനിയൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് അനിയൻ എന്ന് പറയാൻ ഒരു 3 മണിക്കൂർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. എടക്കര പാലാട് ഹോസ്പിറ്റലിൽ ജനിച്ച് പെരിന്തൽമണ്ണ അൽഷിഫയിലോ, ഞാൻ ചെറുതാണെന്ന്, അൽഷിഫയിൽ അല്ലെങ്കിൽ മൗലാനയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട MES ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ആ കുട്ടിയെ നല്ല തുടുത്ത ഒരു കുട്ടിയായിരുന്നു. ചെറിയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ആ കുട്ടിയെ മയ്യത്തുകാട്ടിലേക്ക് കൊണ്ടുപോയത് ചെറിയൊരു പലകമ്മ കടത്തിയിട്ടാണ്. അത്രേ ഉള്ളൂ. പ്രസവിച്ച ഒരു കയ്യിൽ പിടിക്കാനല്ലേ ഉള്ളൂ. അന്ന് ആ കുട്ടിയെ ഒതു കൊടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു കുട്ടിയെ ഒതു കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയെ, എൻ്റെ അമ്മായിയുടെ മകളുടെ ഒരു കുഞ്ഞ്, ആ അമ്മ എൻ്റെ ഉപ്പയുടെ പെങ്ങളുടെ മകള്, അവൾ 3 പ്രാവശ്യം പ്രസവിച്ചു. പക്ഷെ അള്ളാഹിൻ്റെ വിധി, അവൾക്ക് മക്കൾ ഇതുവരെ വേണ്ട എന്നതാണ്. 3 കുട്ടികൾ മരിച്ചു. അതിലൊരു കുട്ടിയെ ഞാനാണ് മയ്യത്ത് കുളിപ്പിച്ചത്. അപ്പോൾ ആ ചെറിയ വിരലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്നുകൊടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അത് വല്ലാത്തൊരു എന്നെന്നും ഓർക്കുന്ന ഒരു ഓർമ്മയാണ്. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോരുക. ഇന്ന് ഞാൻ അവിടെ നിന്ന് കുറച്ച് ദൂരം വന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഉമ്മയും ഇവിടെ ഉണ്ട്, ഉപ്പ അവിടെ തന്നെയാണ്, കാസർഗോഡ് സുള്ളിയ ഭാഗത്താണ്. പക്ഷെ എന്നാലും എൻ്റെ കുട്ടികളെ വിട്ട് കുറച്ച് മണിക്കൂറുകൾ വിടുമ്പോൾ എനിക്കൊരു പ്രയാസമുണ്ട്. ഞാൻ പറയുന്നത് എന്നേക്കുമുള്ള ഒരു യാത്ര, എന്നേക്കുമായിട്ടുള്ളൊരു യാത്ര ഇവിടുന്ന് പോകുന്നുണ്ട്. ആ യാത്രയിൽ നമുക്ക് അത് ആദ്യം കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും, ഇത്രയും കാലം ഞാൻ ജീവിച്ചത് സ്വർഗത്തിൻ്റെ മാർഗത്തിലാണോ നരകത്തിൻ്റെ മാർഗത്തിലാണോ? അല്ലാഹു സ്വർഗത്തിലാക്കുമാറാകട്ടെ. ചില ആളുകളൊക്കെ പറയും, ബാപ്പ മരിച്ചപ്പം എന്നെ നോക്കിയ, ഞാൻ ഇതിവിടെ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, മൂത്ത മകൾ പറയും, എന്നെ നോക്കിയ ബാപ്പ മരിച്ച്. വെറുതെ പറയാ. ബാപ്പ നോക്കിയത് നിന്നെയൊന്നല്ല, ബാപ്പ നോക്കിയത് ഭാര്യയല്ല, ഭാര്യ മരിച്ചപ്പോൾ ഭർത്താവിനല്ല. ബാപ്പ നോക്കിയതും കണ്ടതും അത്രയും കാലം കാണാത്ത മലക്കുൽ മൗത്തിനെ കണ്ട നോട്ടമാണത്. അടുത്തിരിക്കുന്നവൻ ആ മലക്കുൽ മൗത്തിനെ കാണാത്തത് കൊണ്ട് അവൻ വിചാരിക്കുന്നു, എൻ്റെ ബാപ്പ അവസാനം മരിച്ചപ്പോഴും എന്നെ നോക്കി മരിച്ചു. ആര് പറഞ്ഞു? മലക്കുൽ മൗത്തിനെ കണ്ട് ബേജാറ് പിടിച്ച് കണ്ണുകൾ മുകളിലേക്ക് ആ മലക്കുൽ മൗത്ത് കൊണ്ടുപോകുന്ന റൂഹിനെ പിന്തുടർന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, മരിക്കുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കണം. നിലച്ചു എന്ന് കണ്ടാൽ, ശ്വാസം അടങ്ങി എന്ന് കണ്ടാൽ, ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നുപോയി എന്ന് കണ്ടാൽ, ശരീരം ചൂടായി എന്ന് കണ്ടാൽ,
പിന്നെ ചെയ്യേണ്ടത് ഉടനടി തന്നെ നിങ്ങൾ അവരുടെ കണ്ണുകൾ അടച്ചു കൊടുക്കണം. കാരണം ഫൈനൽ ഐന യത്ബഉർ റൂഹ, കണ്ണ് ആത്മാവിനെ പിന്തുടരും, മേലോട്ട് പോകും. റൂഹ് മേലോട്ടാ പോകുന്നത്. സൃഷ്ടാവായ ദൈവം അല്ലാഹു ഉള്ളത് മേലെയാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അതിലേക്ക് കൂടുതൽ മനുഷ്യന്റെ ജീവിതം ചേർത്ത് വെക്കുമ്പോൾ ഒരിക്കലും തന്നെ ദൈവനിഷേധത്തിലേക്കോ അതല്ലെങ്കിൽ അദ്വൈതത്തിലേക്കോ അതല്ലെങ്കിൽ പടച്ചറബിനെ വിട്ട് മറ്റൊരു സൃഷ്ടാവിലേക്കോ ഒരു മനുഷ്യന്റെ ഹൃദയവും കടന്നു പോവുക സാധ്യമല്ല. മനുഷ്യന്റെ പച്ചയായ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ എമ്പാടും. കണ്ണുകൾ മേലോട്ടാ പോകുന്നത്. കാരണം റൂഹിനെ കൊണ്ടുപോകുന്നത് മുകളിലോട്ടാ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മാക്സിമം നന്മ ചെയ്തു വെക്കുക. അതിൽപ്പെട്ട ഒരു നന്മയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയെ സന്ദർശിക്കുക. പർപ്പസ്ഫുള്ളി പോകണം, അറിഞ്ഞുകൊണ്ട് പോകണം. എല്ലാവരും പോകുന്നുണ്ട്, എന്നാൽ ഞാനും പോകുക, അതല്ല. ഇതെൻ്റെ മാത്രം എൻ്റെ കടമയാണ് എന്ന ബോധ്യത്തോടും കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂചിപ്പിച്ചു വന്നത് രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ 3-4 പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 1, സ്വർഗത്തിലെ ഫലം അവനുണ്ടായിരിക്കും. 2, അവന് മലക്കുകൾ വിളിച്ചു പറയും, നീ നന്മയിലാണ്, നിന്റെ കാലടികൾ നന്മയിലാണ്, നിനക്ക് സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട്. 5-മത്തത് 70,000 മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ 5 കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. എവിടെ രോഗിയെ സന്ദർശിക്കാൻ അവസരം കിട്ടിയാലും ആ അവസരം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സമയം ഇന്ന് വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായിരുന്നാലും 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാറുണ്ടായിരുന്നു. നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് എന്ന് സ്വഹാബിമാർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വഫീഹി വുലിത്തു, ഞാൻ അതിൽ ജനിച്ച അന്നാണ്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ റബീഉൽ അവൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നോമ്പെടുക്കണം. എല്ലാവരും നോമ്പെടുത്ത് തുടങ്ങിയാൽ പിന്നെ ഒരു നബിദിനത്തിനും ഇവിടെ ഒരു സ്കോപ്പുമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ. ഇവിടെ നമ്മൾ നബിദിനമെന്ന് കേൾക്കുമ്പോൾ മൂരിക്കുട്ടിയും അതുപോലെ തന്നെ പോത്തുംകുട്ടിയും അതുപോലെ തന്നെ ബിരിയാണി ചെമ്പ് ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം കഴിച്ചിട്ടുണ്ട്. അത് കൊല്ലത്തിലൊരിക്കല്ല, എല്ലാ തിങ്കളാഴ്ചയും നബിദിനം, എല്ലാ തിങ്കളാഴ്ചയും നബിദിനം. പക്ഷെ ആ നബിദിനത്തിൻ്റെ പ്രത്യേകത, സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച എന്തിനാണ് നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഫീഹി വുലിത്തു ഫീഹി, ഞാൻ അതിലാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ ജനിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങൾ നോമ്പെടുക്കണം. ഇനി റബീഉൽ അവൽ 12-നാണ് തെളിഞ്ഞാൽ തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പള്ളിയിൽ ഉസ്താദിനോട് നോമ്പ് നോൽക്കാൻ പറയണം. എങ്കിൽ ഇതെല്ലായിടും നിൽക്കും. ആരെ കൂടെ നിൽക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയാണ് നിൽക്കേണ്ടത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് സ്വർഗമുള്ളൂ എന്ന് മാത്രം ഒറ്റ വാക്കിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.